ഞാൻ ഡോക്ടർ സിസ്റ്റർ ലിൻസ് മരിയ, മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെൻ്ററിലെ സൈക്യാട്രിസ്റ്റാണ്. സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. ഇന്ത്യയിലെ സൂയിസൈഡ് റേറ്റ് ഏറ്റവും കുറഞ്ഞുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ അനുസരിച്ച് ബീഹാർ സ്റ്റേറ്റാണ് ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്ക് ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയുള്ള എന്തെങ്കിലും പഠനങ്ങളുണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്തു. 2018 ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്യാട്രിയിലും 2019 ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിലും 2020 ഇന്ത്യൻ ജേണൽ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്തിലും വന്ന പഠനങ്ങൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തന്നവയായിരുന്നു. ഈ 3 പഠനങ്ങളിലും വന്ന പൊതുവായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്ന്, ബീഹാറിലെ ജനങ്ങളുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ട്. രണ്ടാമത്തെ കാര്യം, അവരുടെ കൾച്ചറൽ ബിലീഫ് ആൻഡ് റിലീജിയസ് ബിലീഫ്. അവരുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ റിലീജിയസ് ലൈഫ്, കൾച്ചറൽ ബിലീഫൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവിടെ ജീവിച്ചിട്ടുള്ളവരോട് ചോദിച്ചു. അതുപോലെ തന്നെ ഞാൻ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവരുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഹാറിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും വില്ലേജിൽ താമസിക്കുന്നവരാണ്. അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഒക്കെ ഉണ്ടായാൽ എല്ലാവരും സഹായത്തിനായിട്ട് ഓടിയെത്തും. കുറച്ച് പേരൊക്കെ ഇമോഷണൽ സപ്പോർട്ടായിരിക്കും അവർക്ക് നൽകുക. സാന്നിധ്യം കൊണ്ട്, ആശ്വാസ വാക്കുകൾ കൊണ്ട്, അവരെ ഒന്ന് ലിസൺ ചെയ്തുകൊണ്ട് ഒക്കെ സഹായത്തിനായിട്ട് എത്തും. ചിലർ സാമ്പത്തിക സഹായവുമായിട്ടായിരിക്കും അവരുടെ അടുത്തേക്ക് എത്തുക. മറ്റു ചിലരാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുകയായിരിക്കും. വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് വീട്ടിലെത്തിച്ച്, അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന് ഭക്ഷണം പാകം അവർക്ക് ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിച്ച്, അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളായിട്ട് എല്ലാവരും ഓടിയെത്തും. അതുപോലെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ആ കമ്മ്യൂണിറ്റിയിലെ പലരും കൂടിയായിരിക്കും തീരുമാനിക്കുന്നത്, അതിനെന്താണ് പരിഹാരം എന്നൊക്കെയുള്ളത്. അങ്ങനെ ഒരു ആൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടോ ദുരിതമൊക്കെ വരുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നില്ല, മറിച്ച് എല്ലാവരും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ ആത്മഹത്യയുടെ ഒരു ചിന്ത പോലും അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബിലീഫ് എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ അവരിൽ ഭൂരിഭാഗവും ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ്, ഹിന്ദു മതവിശ്വാസികളാണ്. അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അവർക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. ആ ഫെസ്റ്റിവൽസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആഘോഷിക്കുമ്പോൾ അവർക്കൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട്, ഒരു സ്നേഹബന്ധങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഏതൊരു പ്രശ്നമോ ദുരിതമോ വന്നാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ അവർ വീണ്ടും ചിന്തിക്കുന്നുണ്ട്, ഒരു മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഇന്നത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ ഒത്തിരി ഉള്ളവർക്ക് മരണാനന്തര ജീവിതത്തിൽ കൂടുതൽ സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം ലഭിക്കുമെന്ന് അവർ ചിന്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾ അവർ വിശ്വസിക്കുന്നവരാണ്. അതായത് ഇന്നത്തെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, സഹനങ്ങളിൽ കൂടിയൊക്കെ ഒരു ആത്മാവിൻ്റെ വിശുദ്ധീകരണം നടക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ എന്തെല്ലാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോഴും അവർക്ക് അതിലൊരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കഷ്ടപ്പാടുകൾ അവരെ വലയ്ക്കുന്നില്ല, അവരെ ഒരു ആത്മഹത്യ ചിന്തയിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ബീഹാറിലെ ജനങ്ങളെ പോലെ വില്ലേജിൽ പോയി ജീവിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ആ രീതികളൊക്കെ എടുക്കാനൊന്നും സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആശ്വാസ വാക്കുകൾ കൊണ്ട്, സാന്നിധ്യം കൊണ്ട്,
സാമ്പത്തിക സഹായം കൊണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ സഹായിക്കുവാനായിട്ട് നമ്മൾക്കൊക്കെ സാധിക്കും. അത് അവരെ ഒറ്റപ്പെടലിൽ നിന്ന് ഒക്കെ രക്ഷിക്കുവാനായിട്ടും ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും അവരെ രക്ഷിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനായിട്ട് നിരന്തരം പരിശ്രമിക്കാം. നമ്മുടെ വരും തലമുറയെ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കൊച്ചു കേരളത്തെ ആത്മഹത്യയിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും.